നമസ്കാരം. സംസ്ഥാനത്തെ പൗരപ്രമുഖർക്കും സഭാതലവന്മാർക്കുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കുന്ന ക്രിസ്മസ് പുതുവത്സര വിരുന്ന് നാളെ തിരുവനന്തപുരം ഹയാത്ത് റീജൻസിൽ നടക്കും. സർക്കാരിന്റെ ഔദ്യോഗിക കാലാവധിയിലെ അവസാനത്തെ ക്രിസ്മസ് പുതുവത്സര വിരുന്നായതിനാൽ കെങ്കേമമാക്കാനാണ് തീരുമാനം. ഹയാത്ത് റീജൻസി ഹോട്ടലാണ് ഇത്തവണ വിരുന്നിന് വേദിയാകുന്നത്. വിരുന്നിനായിട്ടുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇത്തവണ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന സൽക്കാരത്തിന് ചെലവ് 30 ലക്ഷം രൂപയ്ക്ക് മുകളിലാകാനാണ് സാധ്യതയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ വർഷം മസ്കറ്റ് ഹോട്ടലായിരുന്നു വിരുന്ന് സംഘടിപ്പിച്ചത്. അന്ന് ഭക്ഷണത്തിന് മാത്രമായി 16.8 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തുള്ള സ്ക്വയർ വൺ ഹോം മെയ്ഡ് ട്രീറ്റ്സ് എന്ന സ്ഥാപനത്തിന് കേക്ക് തയ്യാറാക്കിയ വകയിൽ 1.2 ലക്ഷം രൂപയും അധികമായി അനുവദിച്ചിരുന്നു. കഴിഞ്ഞ തവണ 32 ഇനം വിഭവങ്ങളാണ് വിളമ്പിയത്. 2023 32 ഇനങ്ങൾ ഉൾപ്പെട്ട വിരുന്നിന് ചെലവായത് 9.24 ലക്ഷം രൂപയായിരുന്നു. ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ വിരുന്നിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തിരുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട വോട്ടർമാർ സർക്കാരിനെ കൈവിട്ട പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ സൽക്കാരം നടക്കുന്നത് എന്നത് പ്രത്യേകതയുമുണ്ട്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ ജില്ലകളിൽ LDFന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. സംസ്ഥാനത്തെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക വ്യക്തിത്വങ്ങൾ, മത നേതാക്കൾ, ഉന്നത ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ നാളത്തെ വിരുന്നിൽ പങ്കെടുക്കും.